ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ആയൂർ റിസോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ്. ജസ്റ്റ് ഓഫീസിൽ എല്ലാവരുമായിട്ടൊന്ന് ചില്ല് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുത്തെ സീനറീസൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ശരി ഇതാ കയാക്കിങ്ങിന്റെ അറിയുന്ന ഒരാളുടെ കൂടെ ഞാൻ പോകാറുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല സീനുണ്ട്. കയാക്കിങ് പെഡൽ ബോട്ട് പോലെ അയില്ല. ഓ നിനക്കടി വിളിയാ, എനിക്കല്ല. ഓടാ വെള്ളത്തിലല്ലേ അത് കുറച്ച് രക്ഷിക്കോ. നിനക്കറിയാവോ? നിന്നെ അറിയോ? ആ എന്നിട്ടോ ചെയ്തിട്ട് ഞാൻ വരുള്ളൂ. അപ്പോൾ ബോട്ടിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോയത് ഈ ബോട്ടിലാണ്. ഞാൻ ഇതിന് മുന്നേ ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുത്തിരുന്നു, പക്ഷേ റെക്കോർഡായില്ല. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനിയും ബാക്കി ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വരുന്നത്. ഇതാണ് നമ്മൾ പോയ ബോട്ട്. അപ്പോൾ മഴയൊക്കെ മാറി ഒരു വെയിലായി കഴിഞ്ഞപ്പോൾ മൊത്തം നല്ലൊരു അന്തരീക്ഷ കാര്യങ്ങളൊക്കെ ആയി. ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഫുഡ് കഴിക്കാൻ പോവാണ്. എങ്ങനെ സൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇങ്ങനെയല്ലേ സൂപ്പ്?
ഓ ഈസി അല്ലേ? ഇവിടെ 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 നിന്നാ ഇവിടെ എന്താ ഇവിടെ എന്താ അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൂപ്പിൽ തുടങ്ങിയേക്കാന്ന്. സിമി ചേച്ചി സൂപ്പ് എങ്ങനെയുണ്ട്? അഭിപ്രായം പറയാം. നല്ല സൂപ്പാണോ? സൂപ്പ് എങ്ങനെയുണ്ട്? ആണോ? അയ്യോ ചേച്ചിക്ക് മാത്രം സൂപ്പില്ല, വെജ് സൂപ്പില്ല. പറ്റിച്ചു വെജ് സൂപ്പില്ലാവോ? അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ മെയിൻ ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്താണ് ഫുഡ് കുറച്ച് റൈസ്, ബാക്കി കറികളും കാര്യങ്ങളൊക്കെ. നമുക്ക് നേരെ സിമിയുടെ പ്ലേറ്റിലേക്ക് പോയി നോക്കാം. സിമി അഭിപ്രായം പറയാം, ഫുഡ് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. അലീന ചേച്ചി പറ, നല്ല ഫുഡാണോ? വെജ് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? കണ്ടോ ഗോബി മഞ്ചൂരി ഫ്രൈ അല്ലേ? അത് ഫ്രൈ പോലെ ഉണ്ടാക്കിയതല്ലേ? കൊള്ളാം. എല്ലാവരും കഴിക്കണ വീഡിയോ ചേട്ടാ ഫുഡ് കഴിക്കുക, എന്നെ കഴിക്കല്ലേ? അപ്പോൾ കഴിച്ച സമയം നമുക്ക് ഫുഡ് കഴിച്ചു നോക്കാം. എല്ലാവരും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് നമുക്ക് ഫ്രൈഡ് റൈസ്. കൊള്ളാം കഴിച്ച് ഫുഡ് കൊള്ളാം. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അടുത്ത പരിപാടികൾ അപ്പോൾ കാണാം. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും മീൻ പിടുത്തം തുടങ്ങി. രശ്മി ഇന്ന് പിടിക്കും ഒരെണ്ണത്തിനെ. നീ അങ്ങനെ പോവല്ലേ? നീ ഞാൻ ഇട്ടും ചാടോ? അന്നത് ഇതെന്നെ മറ്റേ ചൈനക്കാരെ കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുടിയൊക്കെ ഇട്ട് നല്ല ലുക്കാണ്. തിന്നോക്കി എന്നാ തിന്നോക്ക്. മീൻ പിടിക്കാനുള്ള സാധനം. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് പിടിക്കാൻ പോണത് പരൽ മീനിനാണ്. പരൽ മീനല്ല, കരിമീൻ. കരിമീൻ. സോ ലെറ്റ്സ് സീ. എത്ര മീൻ പിടിക്കുന്നു ലക്ഷ്മി? ഇഷ്ടം പോലെ തരുമോ? വാവ്, നൈസ് വ്യൂ. കണ്ട ഇതിന്റെ വ്യൂ കണ്ട? ആ വെള്ളം നല്ല സ്ഥലേ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങേക്കാണ്. കയാക്കിംഗ് ആണ്. അപ്പോൾ അവരൊക്കെ സിംഗിൾ ബോട്ട് എടുത്ത് കയാക്കിംഗ് നടത്തുമ്പോൾ ഞങ്ങൾ 2 പേരുമായിട്ട് കയാക്കിംഗ്. കൊള്ളാം ഗൈസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കയാക്കിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് കയാക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ കയാക്കിംഗ് എക്സ്പീരിയൻസ് എന്നൊക്കെ. അവിടെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? ഓക്കെ, കുറേ നേരമായി ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ
ഒന്ന് തുഴയിട്ട് അല്ലെങ്കിൽ ചെക്കൻ്റെ കൈയൊക്കെ കഴിക്കും. ഹേ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ കയാക്കിങ് കഴിഞ്ഞ് ഇപ്പോൾ പെഡൽ ബോട്ടിൽ കയറിയിട്ടുണ്ട്. എൻ്റെ ഇവിടെ ജെയ്സും ഉണ്ട്, ഞാനും ജെയ്സും കൂടിയാണ് ഇവിടെ പെഡൽ ബോട്ടിങ് ചെയ്യുന്നത്. അയ്യോ, കയാക്കിങ് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. പെഡൽ ബോട്ടിങ് നല്ല അണപ്പണൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണിത്. അയ്യോ, മൈക്കോൺ ചെയ്തില്ല. ഡാനിഷേട്ടൻ പ്രോസസ്സിൽ മാത്രമേ മെച്യൂരിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ഈ പാലം ഫോട്ടോക്ക് ക്യാമറ ഇല്ല, അല്ല ഫോണില്ല. അപ്പോൾ നമ്മളിവിടുത്തെ റൂമിലേക്കൊക്കെ വന്നു. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. നമുക്കിന്ന് റൂമൊന്നും നമ്മളെടുത്തില്ല, നമ്മൾ ജസ്റ്റ് വൺ ഡേ ഒരു ഗെറ്റ് ടുഗദർ ആയതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റൂം വരുന്നത്. റൂമൊക്കെ അത്യാവശ്യം നൈസ് റൂമാണ്, അതുപോലെ തന്നെ കായലിനെ ഫേസ് ചെയ്തിട്ടുള്ള റൂമാണ്. എല്ലാവരുടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അടുപ്പില് ഇതുണ്ട് സാമ്പാർ. അവിടെ ഈ റിസോർട്ടിനെ കുറിച്ചുള്ള റിവ്യൂ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നപ്പോൾ ബോയ്സും ഗേൾസും എല്ലാവരും ഉണ്ട്. പക്ഷേ ബാത്റൂമൊക്കെ കുറച്ച് ഇതില്ല, നീറ്റ് കുറവാണ്. പിന്നെ ഫുഡൊക്കെ നല്ല ഇതാണ്. നീ ഒരു മിനിറ്റ് കട്ട് ചെയ്ത്, നീ നല്ലതായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. ചേട്ടന്റെ അഭിപ്രായം? അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ ഭക്ഷണമൊക്കെ നല്ല ഫുഡായിരുന്നു, ഒരു പ്രശ്നമില്ല. പിന്നെ പൂളൊക്കെയാണ്, പിന്നെ പൂളിൽ നല്ല പൂളാണ്. ബാക്കി നമുക്കിവിടെ ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് സ്ഥലമുണ്ട്. പിന്നെ ശ്രീരാഗ് ഉണ്ട്, നമ്മുടെ എല്ലാ കോർഡിനേറ്റ് ചെയ്തവനാണ്. നമ്മുടെ ടീമിൽ തന്നെ വാഴ എന്നറിയപ്പെടും. ശ്രീരാഗ് രണ്ട് വാക്ക് പറയേണ്ടതാണ്. നമുക്ക് കോർഡിനേറ്റ് ഒക്കെ ചെയ്യുന്നത് ശ്രീരാഗിന്റെ അടുത്ത്. പിന്നെ ഇവന്റെ ലാഭവും കൂടി പറയാൻ കമ്മീഷൻ ഉണ്ടാവും. കമ്മീഷൻ അല്ല, ഞാൻ പറയാം, ഇത് എങ്ങനെയാണ് നീ റിസോർട്ട് കണ്ടുപിടിച്ചത്? റിസോർട്ട് എന്ന് വെച്ചാൽ ശരണാണ് എന്നെ റെഫർ ചെയ്ത്. കാരണം ശരണം ഒന്ന് കാണിക്കാം, കാരണം ശരണാണ് റെഫർ ചെയ്തത്. അത് ശരണാണ് റെഫർ ചെയ്ത്. കാരണം ശരണിനെ പല ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ഇത്. അപ്പോൾ ശരണിനെ വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ ശരൺ ഓരോ വട്ടം ശരണം വാങ്ങിയിട്ട് ഡ്രോപ്പായ കുറച്ച് പ്രോപ്പർട്ടികൾ പറയും. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി കാണിച്ചെന്താണ് ശരൺ. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ കുഴപ്പമില്ലാത്ത പ്രോപ്പർട്ടി ആയിട്ട് തോന്നിയത്. ഓവറോൾ കൊള്ളാം. ഒരു 2 സ്റ്റാർ 3 സ്റ്റാർ എന്നാണ്. നമ്മൾ സാധാരണ 5 സ്റ്റാർ ആണ് പിടിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ലിമിറ്റായ കാരണം 3 സ്റ്റാർ. നമ്മുടെ ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക് പറയാ, അതുപോലെ റിസോർട്ടിനെ കുറിച്ച് പറയാ. സംസാരിക്കേ. സ്റ്റേജ് ഫിയർ. എന്ത് സ്റ്റേജ് ഫിയർ? നീ എന്റെ മറ്റേ പാട്ടുപാടിയല്ലോ. നല്ലതായിരുന്നു. എന്ത് നല്ലതായിരുന്നു? എല്ലാം നല്ലതായിരുന്നു. എന്തെല്ലാം? അയ്യോ സോറി ഗൈസ്. അപ്പൊ രശ്മിക്ക് മീൻസ് സ്റ്റേജ് ഫിയർ ആണ്. അതെ, ഇതിനെ കുറിച്ച് റിവ്യൂ പറയാ. എല്ലാരും പറഞ്ഞേ നമ്മുടെ ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക്. നല്ലതായിരുന്നു ട്രിപ്പ്. ഇതിനി ഇവിടെ മൈക്ക് കൈ പിടിച്ചാ മതി. നല്ലതായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അത്രേ ഉള്ളൂ പറയാൻ. അതെ, എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞ ആള് വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല, ഒന്നുമില്ല. വെള്ളം പേടിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് കാഴ്ച കണ്ടു. ഞാൻ പ്രോത്സാഹിപ്പിച്ചു. അതെ, അടിപൊളിയായിരുന്നു. തലമൂത്ത് നമ്മുടെ ജലചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. മൈക്ക് കൊടുക്കൂ. എന്താ പറയണ്ട ചേച്ചി ട്രിപ്പിനെ കുറിച്ച് അതെ, ഫസ്റ്റ് ടൈം ആയിട്ടാണ്. അതെ, മിസ് ചെയ്യുന്നുണ്ടല്ലേ അവരൊക്കെ നമ്മളുടെ ഇത്. അതെ, നമ്മുടെ ഫോട്ടോസൊക്കെ കണ്ട് ഇങ്ങനെ കൊതിച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടാവും. പിന്നെ എന്താ, ഇവിടെ കുറച്ചും കൂടി സ്ഥലം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഇവന്റും കൂടി ഇത്തിരി കൂടി ബെറ്റർ ആയിരുന്നിരിക്കും. സമയം കുറച്ചും കൂടി പതിയാണ് പോണത്. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. വേഗം പോണം, സ്പീഡിൽ പോണം, തീരണം. വീണ്ടും അപ്പോൾ വരാൻ തോന്നും. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ വെദർ നമ്മൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു അല്ലേ. ആദ്യം വന്നപ്പോൾ നമ്മൾ ഭയങ്കര നെഗറ്റീവായിരുന്നു. മഴയൊക്കെ കണ്ട് ഭയങ്കര നെഗറ്റീവ്. അത് കഴിഞ്ഞ് അതെ അത് കഴിഞ്ഞ് ഫുൾ ഡേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയ കാര്യം അല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് തീർന്നുണ്ട്. നമുക്കിവിടെ 5 മണി വരെ ആയിരുന്നു പെർമിഷൻ തന്നിരുന്നത്. അപ്പോൾ നമ്മൾ
മാക്സിമം പറ്റാവുന്ന ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് അവർ ബോട്ട് അറേഞ്ച് ചെയ്ത് തരും, നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തോർത്തേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോണ ജസ്റ്റ് ഒരു ഷോർട്സ് കൂടിയും കാണിച്ചിട്ട്, നമ്മൾ സെയിം കണ്ട സ്ഥലം തന്നെയാണ്, അതുകൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് ഷൗട്ട് ഔട്ട്. ആൻഡ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വരുമ്പോൾ അപ്പോൾ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.